ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ബ്രിഡ്ജ് ഓഫ് ഡ്രീംസ് എന്ന് പറഞ്ഞ ലൊക്കേഷനിലെ ഒരു അടിപൊളി സ്പോട്ട് കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സ്പോട്ടും കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് പഞ്ചിയും പൊറുവേരിയും സ്ഥലത്താണ് ഈ ഒരു സ്പോട്ടുള്ളത്. അതായത് ബ്രിഡ്ജ് ഓഫ് ഡ്രീംസ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾക്ക് ലൊക്കേഷൻ അടിച്ച് നോക്കിയാൽ പെട്ടെന്ന് കിട്ടുന്നതാണ്. അപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയ ഒരു സംരംഭമാണ് ഇത്. നേരത്തെ തൊട്ടുണ്ടായി, പക്ഷേ ഈ ബ്രിഡ്ജും കാര്യമായിട്ട് പുതിയതായിട്ട് തുടങ്ങിയാണ്. ഇപ്പോഴാണ് ഓപ്പൺ ആക്കിയത്. ഒരു 2 വർഷം മുമ്പ് 2-3 മാസത്തിന് മേളിലായതേ ഉള്ളൂ. അപ്പം പ്രത്യേകിച്ച് എൻട്രി ഫീ ഉണ്ട്. വലിയവർക്ക് 10 വയസ്സ് മേളോട്ടുള്ളവർക്ക് 50 രൂപയും താഴെയുള്ളവർക്ക് 25 രൂപയാണ് റേറ്റ് എടുക്കുന്നത്. അപ്പം ഒരുപാട് പിള്ളേർക്ക് ഒരുപാട് വന്ന് റീൽസ് ചെയ്യാനും ആൾക്കാർക്ക് വന്ന് സ്പെൻഡ് ചെയ്യാനും ഇരിക്കാനും പറ്റിയ ഒരു സ്പോട്ട് കൂടാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല രസമുണ്ട് ഈ ഒരു ബ്രിഡ്ജിൽ. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രിഡ്ജാണ്. അപ്പോൾ ഇതിനോട് അനുസരിച്ച് ഓപ്പോസിറ്റ് മ്യൂസിയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങളെ കാണിക്കാം. അപ്പം ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, ഒരുപാട് വിദേശികൾ സ്വദേശികളൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു രസമാണ്. ആ ഒരു വനത്തിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ട്. വനത്തിൻ്റെ അകത്ത് തന്നെയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് മ്യൂസിയം. അതിനകത്ത് നമുക്ക് കയറുന്നുണ്ട്, അതും നിങ്ങളെ കാണിക്കാം. പിന്നെ ഇതിനോട് തൊട്ടടുത്ത് തന്നെ ഒരു സ്കൂളുകളുണ്ട് താഴെ, മ്യൂസിയത്തിൻ്റെ തൊട്ട് താഴെ തന്നെ, അതിൻ്റെ തൊട്ട് താഴെ തന്നെയാണ്. അപ്പോൾ ഫോട്ടോ എടുക്കാൻ പിള്ളേർക്കൊക്കെ ഇതിപ്പോൾ അവധിയായതുകൊണ്ട്, ദീപാവലിയുടെ അവധിയായതുകൊണ്ട് സ്കൂളൊക്കെ അടച്ചിട്ടിരിക്കുന്നത്. ഇതിപ്പം താഴെയുള്ളത് സ്കൂളാണ്. അപ്പോൾ സ്കൂളിൽ പിള്ളേർക്ക് കളിക്കാനുള്ള ചെറിയ ചെറിയ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സ്കൂൾ അടച്ചുകൊണ്ടാണ് ഇവിടെ ഒന്നും ആളും കാര്യമൊന്നും ഇല്ലാതെ. പക്ഷേ നമ്മൾ മേളിലാണ് നമ്മൾ കയറി എല്ലാവരും കണ്ട് കേട്ട് പോകുന്നത്. താഴോട്ട് ആരും ഇറങ്ങുന്നില്ല. ജസ്റ്റ് നമ്മളൊന്ന് ഇറങ്ങി നിങ്ങളിൽ കാണിക്കാൻ വേണ്ടിയാണ് ജസ്റ്റ് താഴോട്ടൊന്ന് ഇറങ്ങിയത്. അപ്പോൾ ഈ കാണുന്നതാണ് മ്യൂസിയം. മ്യൂസിയത്തിൻ്റെ കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളെ കാണിക്കാം. അതിന് പ്രത്യേകിച്ച് ഇതിനകത്തും എൻട്രി ഫീ ഉണ്ട്. ഒരാൾക്ക് 150 രൂപയാണ് എൻട്രി ഫീ എടുക്കുന്നത്. അതിനോടൊന്നിച്ച് മറ്റൊരു കാര്യം, ഇതിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് 10 മണി തൊട്ട് 7:30 വരെയാണ് സമയം കിടക്കുന്നത്. വൈകുന്നേരം 7:30 വരെ സമയമുണ്ട്. പിന്നെ ഒരുപാട് ചരിത്രപരമായ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത്. ആർക്കിടെക്ചർ, മ്യൂസിയങ്ങൾ, ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. കളർഫുള്ളായിട്ടുള്ള ഡിസ്പ്ലേകളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് മെയിനായിട്ട് പറഞ്ഞാൽ ചരിത്രപരമായ ഒരുപാട് വർഷം പഴക്കമുള്ള പാലസും കാര്യങ്ങളും, നമ്മുടെ ഗോവയിലെ എല്ലാ പാലസും ഉള്ള ഈ ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ ഇതിനകത്തുണ്ട്. ഒരുപാട് പുരാതന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ പേരും കാര്യങ്ങളും നമുക്ക് അത്ര അറിയത്തില്ല. എന്നാലും നിങ്ങളിൽ നിന്ന് വിഷ്വലൊന്ന് കാണിക്കുക. നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ പഞ്ചിയിലോ ഇവിടെയൊക്കെ വരുന്നുണ്ടെങ്കിൽ, ഗോവയിലോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതൊക്കെ ഒന്ന് കാണുക. കാരണം ഇത്ര വർഷം പഴക്കമുള്ള ഓരോ കൊട്ടാരങ്ങളും ഓരോ പാലസും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഡിസ്പ്ലേ കാണിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കി വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതി തന്നെയാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഓരോ പഴയകാല തടികളൊക്കെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. വർഷങ്ങൾക്ക് പഴക്കമുള്ള തടികളൊക്കെയാണ്. പാത്രങ്ങൾ, പിന്നെ ഒരുപാട് പറയാൻ വാക്കുകളിൽ അതുപോലുള്ള ഐറ്റങ്ങൾ, ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ അവരെല്ലാം ഡിസ്പ്ലേയിൽ നിങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കാര്യങ്ങളെല്ലാം വിവരിച്ചിട്ടുണ്ട്, അതിലെല്ലാം എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ വർഷങ്ങൾ പഴക്കമുള്ള ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കാണിക്കുന്നത്. അപ്പം ഇതുകൊണ്ട് ഒരുപാട് ഐറ്റങ്ങൾ കൗതുകമായി കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇതുമായിട്ട് റിസർച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ഈ ഗോവയിലെ ഒരുപാട് പാലസും കാര്യങ്ങൾ അതിൻ്റെയൊക്കെയാണ് ഈ ഫോട്ടോ ഇതിനകത്ത് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്ത് ഒരു സ്ഥലത്ത് ഒരു ഫോട്ടോ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അവർ തന്നെ ഗൈഡുണ്ട്. ആ ഗൈഡ് അവർ തന്നെ നിങ്ങളോടെല്ലാം പറയുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് കയറുന്നതിന് ഒരാൾക്ക് 150 രൂപ വെച്ചാണ് എടുക്കുന്നത്. അപ്പം താല്പര്യമുണ്ടല്ലോ കയറുക. പക്ഷേ ഇത് കയറി കഴിഞ്ഞാൽ ഈ ഒരു വിഷ്വലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം ഈ ഗോവയിൽ തന്നെ എന്തുമാത്രം പഴയ പുരാതന പാലസുകളൊക്കെ ഉണ്ടെന്നുള്ളത് ഇതിനകത്ത് കാണാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഒരു ഉപകാരപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇതുപോലുള്ള ആൾക്കാർ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ കാണും. അവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക. കാരണം ഇത് ഗോവയിൽ എന്തുവാനും വരുവാണെങ്കിൽ ഇതൊന്ന് തീർച്ചയായും നിങ്ങൾ കയറി ഒന്ന് കാണുകയാണ്. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വിദേശ നിർമ്മിതമായിട്ടുള്ള പല രൂപങ്ങൾ, പക്ഷേ നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോ രീതി ഓരോ ഡിസൈനാണ്. പക്ഷേങ്കിൽ നല്ല റേറ്റും കാര്യങ്ങളാണ്. പക്ഷേങ്കിൽ എല്ലാം 1000 രൂപ മേളിലോട്ടാണ് ഇവരെല്ലാം റേറ്റ് എടുത്തേക്കുന്നത്. 250, 500 ഇങ്ങോട്ടുള്ള എല്ലാത്തിനും നല്ല റേറ്റാണ്. ഈ ഒരു പ്രത്യേകിച്ച് ഇതിൻ്റെ ആ ഒരു ചിത്രരചനയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കാണാൻ അത്രയും കുളിർമ കൊള്ളുന്ന അതേ രീതിയിലാണ് അവർ അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് തന്നെ. അപ്പോൾ നല്ല റേറ്റും കാര്യങ്ങളുണ്ട്. താല്പര്യമുള്ളവർ മേടിക്കുക. നമുക്ക് കയറുന്നതിന് ഒന്നും പൈസ കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്ക് നേരെ കയറി കാണാം, എടുക്കാനൊക്കെ പറ്റുന്നതാണ്. നമുക്ക് പർച്ചേസ് ചെയ്യാം. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ അതൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതുകൂടെ തന്നെയാണ്. അപ്പോൾ നമുക്ക് താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യുക. ഇച്ചിരി റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നല്ല രസമായിരുന്നു നമുക്ക്. പക്ഷേങ്കിൽ ഇതൊക്കെ നമ്മുടെ ഗോവയിലും ഇതുപോലുള്ള ഒരുപാട് മ്യൂസിയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് കയറി വിസിറ്റ് ചെയ്യുക. അതാണ് ഞാൻ പറയാൻ വന്നത്. പിന്നെന്ന് പറഞ്ഞാൽ നമ്മളെ ഇതുപോലുള്ള വിഷ്വലൊക്കെ നിങ്ങൾക്ക് വേണ്ടി എത്തിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ എന്നെ എന്തോരം സപ്പോർട്ട് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ഇതുപോലുള്ള ഓരോ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും. അപ്പം നിങ്ങൾ എന്തുവാലും ഈ പഞ്ചി സൈഡിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതൊക്കെ ഒന്ന് കേട്ട് പോകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഒരുപാട് പിള്ളേർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.